മറൈൻ ഡ്രൈവിലാണ് അതിനുള്ള അടുത്ത ഉദാഹരണം വന്നിരിക്കുന്നത്. അവിടെ ഫ്ലവർ ഷോയ്ക്കിടെ നിലത്തിട്ടിരുന്ന പ്ലൈവുഡ് പലകയിൽ കാൽ തെറ്റി വീണ് ഒരാൾക്ക് കടവന്ത്ര സ്വദേശിനിയുടെ കൈക്ക് 2 ഒടിവാണ് സംഭവിച്ചത്. എറണാകുളം ചെലവന്നൂർ സ്വദേശി ബിന്ദു ജോസിനാണ് പരിക്ക് പറ്റിയത്. പവലിയനിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഫ്ലവർ ഷോ കാണാനെത്തുന്നവർക്ക് നടക്കുന്നതിനായാണ് പ്ലൈവുഡുകൾ പവലിയനിൽ മൊത്തം നിരത്തിയത്. പരാതിക്ക് പിന്നാലെ ഫ്ലവർ ഷോ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും. പ്രദീപ്, എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് നമ്മൾ ഒരുപാട് വാർത്താ അനുഭവങ്ങൾക്ക് പിന്നാലെ പറയാറുണ്ട്. അത് ഈ തൊട്ട് കൺമുന്നിൽ ഇത്രയും വലിയ വിവാദ വിഷയമായി ഒരാൾ ഇപ്പോഴും ഗുരുതരമായ അവസ്ഥയിൽ തുടരുമ്പോൾ പോലും ഇത്തരം പരിപാടികൾ നടത്തുന്നവർക്ക് വേണ്ട ഒരു ജാഗ്രതയില്ല എന്നത് കഷ്ടമാണ്. ആ സ്ത്രീയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എപ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത്? ദിവിഷെ, ഉമാ തോമസ് എംഎൽഎക്കുണ്ടായ അപകടത്തിന് നടക്കം മാറും മുൻപ് തന്നെയാണ് നഗരത്തിൽ തന്നെ മറ്റൊരു പൊതുപരിപാടിയിൽ ഇത്തരമൊരു അപകടമുണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടിയാണ് അപകടമുണ്ടായത്. എറണാകുളം അഗ്രി ഹോർട്ടി സൊസൈറ്റിയും ഒപ്പം GCDയും ചേർന്നാണ് മറൈൻ ഡ്രൈവിലെ വലിയ പന്തലിൽ കൊച്ചിൻ ഫ്ലവർ ഷോ എന്നുള്ള പേരിൽ വലിയ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത്. ഫ്ലവർ ഷോ ഇന്നലെ സമാപിക്കേണ്ടതായിരുന്നു. അത് ഒരു ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു. ഇന്നലെ വൈകിട്ട് ഫ്ലവർ ഷോ കാണുന്നതിന് വേണ്ടിയാണ് കടവന്ത്ര സ്വദേശിനിയായ വീട്ടമ്മ ബിന്ദുവും ഒപ്പം ഭർത്താവ് ജോസും എത്തിയത്. ആ ഫ്ലവർ ഷോയ്ക്കുള്ളിലേക്ക് കയറി ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നീട് നീങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു പ്ലൈവുഡ് തിട്ടയിലിടിച്ച് ഇവർ വീഴുകയായിരുന്നു. വീഴ്ചയുടെ പിന്നിലേക്കാണ് മറിഞ്ഞു വീണത്. വീഴ്ചയുടെ ആഘാതത്തിൽ ഇടത് കൈയിൽ 2 ഒടിവുകളാണ് ഉള്ളത്. വീട്ടമ്മയെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ സർജറിക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ സംഘാടകരുടെ പിടിപ്പുകേടാണ് അല്ലെങ്കിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കാതിരുന്നതാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമെന്ന് കാണിച്ച് വീട്ടുകാർ ജില്ലാ കളക്ടർക്കും ഒപ്പം GCDA സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഫ്ലവർ ഷോയിൽ നമുക്കറിയാം പൂക്കൾ വാടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി, പൂക്കളും ചെടികളുമൊക്കെ വാടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി എപ്പോഴും വെള്ളം നനച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ വെള്ളം നനച്ചതിനെ തുടർന്ന് ചെളി ഉണ്ടായിരുന്നു. ആളുകൾ കടന്നു വരുമ്പോൾ ഈ ചെളിയിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി ഈ ചെളിക്ക് മുകളിലേക്ക് പ്ലൈവുഡ് തട്ടിയിട്ടു. അതിന് മുകളിൽ മാറ്റിയിട്ട് മൂടുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഈ പ്ലൈവുഡിൻ്റെ ഒരു ഭാഗം അല്പം പൊങ്ങി നിന്നു. അതിൽ തട്ടിയാണ് വീട്ടമ്മ പിന്നിലേക്ക് കമിഴ്ന്നടിച്ച് വീണത്. അങ്ങനെയാണ് ഈ അപകടമുണ്ടായത്. അതേസമയം ഈ അപകടത്തിന് പിന്നാലെ ഫ്ലവർ ഷോ താൽക്കാലികമായി ഇന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊച്ചി നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് 3 മണിയോടുകൂടി ഫ്ലവർ ഷോ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്.